ഗൈസ്, വെൽക്കം ടു ന്യൂ ബ്ലോഗ്. ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇപ്പോൾ സമയം 11 ആയി. നമ്മൾ കണ്ടിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിൻ്റെ അമ്മ ഭയങ്കര ക്യാമറ ഷൈ. അപ്പോൾ അമ്മ പണ്ടേ പറയുന്നുണ്ട് ഫാമിലി വ്ളോഗ് ചെയ്യണമെന്ന്. ഞാനും അമ്മ ഒരു ഫാമിലി ആയിപ്പോൾ പിന്നെ വാവരെ പല്ലിന് കേടുണ്ട്, അത് കാണിക്കണം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രാത്രി 2 മണിക്ക് മാമ വരും. അപ്പോൾ എന്താണ് പുള്ളിക്കാരനെ കൂട്ടാൻ വേണ്ടി പോവാണ്. കുറച്ച് കഴിയുമ്പോൾ അടിയും വരും. എൻ്റെ പെങ്ങളാണ് എനിക്ക് ക്യാമറ ചെയ്ത് തരുന്നത്. ഇടയ്ക്ക് അച്ചേക്കുന്നത് പെങ്ങളാണ്. അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അതാണ് പുട്ടിയടിച്ച് തന്ന ക്യാമറേനെ കൊണ്ട് വെറുതെയിരിക്കുക എൻ്റെ അമ്മ. എൻ്റെ അമ്മേ അമ്മേ ആ വീഡിയോ തുടങ്ങുമ്പോൾ മൊത്തം ആറ്റിട്ടോടാ. കാരണം ഡാൻസ് തുടങ്ങുമ്പോൾ മൊത്തം പുക വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി കണ്ണൂർക്ക് വന്നതിൻ്റെ ബാക്കി സംഭവങ്ങൾ കാണാം. ഇങ്ങനെ പറ്റക്കുന്ന എത്രയാണ് ഉണ്ടായിനി. 2 ദിവസം കഴിയുമ്പോ ആദ്യം പതക്കും. അഥവാ എല്ലാ ഞായറാഴ്ചയും വീട് വണ്ണാമ്പലം അടിച്ചോളണം. 8 കഴിനെ കൊല്ലണം. ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് തെണ്ടിയിട്ട് നടന്നാല് വീട് വൃത്തിയാടാവും. ഞാൻ പറഞ്ഞിട്ടാ ഇപ്പൊ ഒരു ഉത്തരവാദിത്തം പഠിക്കല് നീയല്ലോ. ബാഗിലൊക്കെ അടിച്ച് ചുമയും വന്നു, കണ്ണും ചൊറിഞ്ഞു. പിന്നെ എളുപ്പം തളവി ഭാഗം കൃഷ്ണതുളസി ഉപയോഗിക്കുമ്പേ അപ്പം റെഡിയായി ഗൈസ്. പക്ഷേ വണ്ടി വന്നില്ല. അഞ്ചര ഉണ്ട്, 2.5 അടി ഉള്ളെങ്കിൽ എന്താ. തേജ അടിയനെ ഇന്ന് നമുക്ക് മന്തി വാങ്ങിയിട്ട് ചന്തി ആയാലും മതി. എന്താ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ പ്രൈമാറ്റി കേസ്. അതുകൊണ്ട് പിന്നെ നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഞാൻ ഒരു 10 മിനിറ്റ് തികച്ചെടുത്തില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ. അതെ, നീ ഇതിലുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ സാധനം റെഡി ആയിട്ട് തിരിച്ചു വന്നു. ഇവിടെ ചിലവര് ഡ്രസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടാ. എന്തത് നാച്ചുറലാ. സായപ്പല്ലിക്ക് വിൽക്കും, എനിക്കും മാത്രമേ ഉള്ളൂ. ജോബി എന്താ എനിക്ക് വേണ്ടേ? ഒരു പിക്ക് എടുത്തോ, സ്റ്റോറി ഇടാൻ പറ്റുമോ? ഓക്കെ. റെഡിയായി. ഇവിടെ തന്നെ വിളിച്ചോ, മുകളിലേക്ക് വരാം. കുനിച്ചിട്ട് തന്നെ പാടല വെച്ചിട്ട് 12:17. താങ്കളുടെ അഭിപ്രായം എന്താണ്? 12:30 എത്തില്ലെങ്കിൽ മന്തി മേടിച്ചു തരുമോ? താങ്കൾ ഇതിനെ കുറിച്ച് എങ്ങനെ വിലയിരുത്തി കാണുന്നു? എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ നോക്കി കാണണം. താങ്കളുടെ ജീവിതത്തെ കുറിച്ച് താങ്കളുടെ പുതിയ അഭിപ്രായങ്ങൾ എന്താണ്? സമയം പോകുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറ. ആഗോള താപനം എങ്ങനെ നോക്കിക്കാണുന്നു? പോട്ടെ, ഓട്ടോറിക്ഷക്കാർ ഇപ്പം മീറ്റർ ഇടാതെ വണ്ടി ഓടിക്കുന്നു, അത് ശരിയാണോ? പാലിന് പൈസ കൂട്ടി, അതൊരു പൈസ കൂട്ടിയതല്ലേ? 1 ലിറ്റർ പാല് മേടിക്കുന്നതാണോ പാൽപ്പൊടി മേടിക്കുന്നതാണോ നല്ലത്?
പാൽപ്പൊടി 10 രൂപയ്ക്ക് കിട്ടും. പാല് 10 രൂപയ്ക്ക് കിട്ടൂല. 10 രൂപേന്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടി മേടിച്ചാൽ 2-3 കൊണ്ടം ചായ ഉണ്ടാക്കും. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. താങ്കൾ പാൽപ്പൊടി കിട്ടി കഴിഞ്ഞാൽ താങ്കൾ അത് കോരി കഴിക്കില്ലേ? കഴിക്കും. കോരി കഴിക്കൂല, കഴിഞ്ഞ ചട്ടിട്ട് അതന്നെ. അപ്പൊ പിന്നെ പാൽപ്പൊടി നമ്മളെ വീട്ടിലൊരു അസറ്റ് അല്ലല്ലോ, അല്ല അത് പോകത്തില്ലേ? മെൽമ ഏതാ? മറ്റേ മെൽമ ജോഷിയാണോ? ഈ അളിയും വന്ന് തുമഞ്ഞേമായില്ലേ. പക്ഷെ അത് പുറത്തിട്ടില്ലല്ലോ. ഇത് പുറത്തിടും. ഇതിൽ പ്രധാന താരങ്ങളാണ് അളിയനും പെങ്ങളും. പെങ്ങള് പോക്സോ കേസാന്നൊക്കെ ചോദിക്കുന്നത്. കാശ് പെങ്ങൾക്ക് 18 വയസ്സായി. നമുക്ക് ഉള്ളിൽ അമ്മ കിടക്കുന്ന പോയി കിടന്ന് ഉറങ്ങിപ്പുണ്ടായിരുന്നു. ഈ വീട്ടിലെ പ്രധാന ഒരു ഇപ്പോ അളിയോ വെള്ളമില്ലേ? ഞാൻ ഇങ്ങോട്ട് വെള്ളം എടുത്തിട്ട് ഞാൻ പറഞ്ഞേ. ഹായ്. ആയില്ല, അതെല്ലാം ഉണ്ട്. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അയ്യോ ഗൈസ്, ഇവിടെ ട്രെയിനും ഇല്ല, ആരുമില്ല. ബംഗാളിലെത്തിയ പോലെ കുറേ ബംഗാളി മാമന്മാർ മാത്രം. ഇത് ട്രെയിനിൻ്റെ ബാത്റൂമിൻ്റെ ഷോ കേട്ടോ. അതിന് ഏത് ലുക്കിലാണ്. ഞാനതന്നെ വിചാരിക്കുന്നത്. മനോഭാവകൾ ഇതൊക്കെ എന്താണ് ട്രെയിൻ കണ്ടപ്പോൾ പറയാനുള്ളത്? പുഷ്പകുമാർ അളി കല്യാണം കഴിക്കാണ്ട് ഒരു ഇതിനു വേണ്ടി കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒളിച്ചോടിയാലോ? ഇത് വെറൈറ്റി ആയില്ലേ? ഇതല്ലടാ പന്നി നിന്നോട് ഞാൻ അന്ന് ചോദിച്ചേ. അല്ല, ഇനി ഒളിച്ചോടാലോ. ഇനിയിപ്പോൾ ഒളിച്ചോടിയാൽ വീട്ടുകാർ കേസ് കൊടുക്കുമല്ലോ. ഇനി ഞാൻ ഒളിച്ചോടാനില്ല. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ വേണ്ടി ആവശ്യമില്ല. അവൻ്റെ വണ്ടിയിലും ഇനി എന്ത് കഴിക്കാൻ? ഇതുവരെ കഴിച്ച കയ്പൊന്നും ഒരു കഴിപ്പല്ലേ ഇപ്പോ? അളിയൻ മന്തി മേടിച്ചിരുന്നില്ല പ്രതീക്ഷയില്ല ഞാൻ ഇറങ്ങി വന്നു. ഇല്ല, ഞാൻ വീട്ടിൽ കിടന്നേനെ.
യെസ് ഗായ്സ് യെസ്, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മാമൻ എത്തിയിരിക്കുന്നു. അപ്പം തിരിച്ചെത്തിയിട്ടുള്ള വൈൻഡപ്പാണിത്. ഇപ്പം ഏകദേശം ഒരു 4 മണി ആയി, 4:30. വയ്യ, കണ്ണൊക്കെ തുറക്കാൻ പറ്റുന്നില്ല. വണ്ടിയിലിരുന്നിട്ട് എന്നാലോ ഉറക്കം വന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിലൊന്നും കാണത്തില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ് ചെയ്യുക, എന്ത് മെയിനിലേക്ക് കാണിക്കുക. ശരി.